ഹലോ സാജിക്കാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എന്താ പറയാ, നമ്മളെ വലിയൊരുന്നാളൊക്കെ കഴിഞ്ഞു ബിരിയാണി ചെമ്പൊക്കെ മോര് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് എടുക്കുന്നത്, അതും പെരുന്നാൾ ബ്ലോഗ് ഇടുന്നത്. ഇപ്പൊ എത്ര ദിവസമായി? ഒരാഴ്ച ആവാനായില്ലേ. ഫോട്ടോ എടുക്കാൻ കാര്യമായിട്ട് എന്താ വെച്ചാൽ മടി തന്നെ കേട്ടോ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, പിന്നെ എടുത്തയാളെല്ലാരും വീട്ടിൽ വരുന്നുണ്ടേനി. അപ്പോഴൊന്നും നമ്മള് വോയിസ് എടുക്കലോ പരിപാടിയേ നടക്കൂല കേട്ടോ. വർത്താനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്താൽ അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയി കിട്ടും. പിന്നെന്താ വെച്ചാൽ ഇതിപ്പോ വീഡിയോ എടുക്കുന്നത് ഞാൻ പെരുന്നാളിന്റെ തലേന്ന് തൊട്ടിട്ട്, പെരുന്നാൾ തലേന്ന് നമുക്ക് നോമ്പാണല്ലോ. അപ്പൊ നോമ്പിനെന്താ പിന്നെ പെരുന്നാക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പെരുന്നാൾ ഇങ്ങോട്ട് പറയുമ്പോൾ എന്താ, നമുക്ക് സാധാരണ എന്താ റമദാന് 30 നോമ്പ് എടുത്തുകൊണ്ട് പെരുന്നാൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. പക്ഷെ വലിയൊരുന്നാൾ വരുമ്പോൾ നമുക്ക് ആ പെരുന്നാൾ തലേന്ന് മാത്രം സുന്നത്ത് നോമ്പ് നോൽക്കും. പക്ഷെ ഉമ്മൊക്കെ നോൽക്കലുണ്ട് കേട്ടോ പേരിൽ. നമ്മൾ പ്രായമായവർ അധികം നോൽക്കും, അല്ലാത്തവരൊക്കെ നമ്മൾ നോൽക്കൽ കുറവ് തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ പെരുന്നാൾ തലേന്ന് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേ. പിന്നെ മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു മന്തിന്റെ അരി ആയിട്ട് കൊണ്ടുവന്നത്. പക്ഷെ ബിരിയാണി അരി ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിന്, പക്ഷെ ബിരിയാണിയാണ് വെച്ചത് കേട്ടോ. പിന്നെ നല്ലൊരു 5 മണിക്ക് ശേഷം, നമുക്ക് നോമ്പെടുക്കാനുള്ളതല്ല, 5 മണിക്ക് ശേഷമാണ് എല്ലാവരും അടുക്കളയ്ക്ക് ഇറങ്ങണേ കേട്ടോ. മാങ്ങ ഉണ്ടായപ്പോ പിന്നെ മാങ്ങ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ നാരങ്ങളത്തിന്റെ ആവശ്യം വല്ലാതെ വന്നിട്ടില്ല. കാരണം ചൂടുകാലം കഴിഞ്ഞപ്പോ തണുപ്പായല്ലോ, അപ്പൊ അതുമൊക്കൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ പൂള ഉണ്ടായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ പൂള അറിയുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ പൂള വെച്ചിട്ട് വിചാരിക്കണ്ട. കുറെ ഉണ്ടാവുമ്പോ നമ്മൾ കേടരാതൊക്കെ വേണ്ടിയിട്ട് എന്താണ് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട് കേട്ടോ. താത്താന്റെ വീട്ടിൽ നിന്ന് അവിടെ കൃഷി ഉണ്ട്, അപ്പൊ അവിടുന്ന് പൂള ഉണ്ടെന്ന് കഴിഞ്ഞിട്ടാ. അപ്പൊ ഒരുവിധം ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ചായക്കടിക്കൊക്കെ പൂളോണ്ട് പൂളയാണ്. അങ്ങനെ എന്താ അപ്പൊ ഉമ്മ ഇവിടെ പത്തിരി ചുട്ടുണ്ട് ഒരു തലക്കലിട്ടാ. പക്ഷെ ഉമ്മക്ക് പൂളൊക്കെ ഭയങ്കര ഇഷ്ടം. ഉമ്മാനെ മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടം പൂള. അങ്ങനെ പിന്നെ മാങ്ങ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഞാൻ നേരെ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കഴിച്ചിട്ട്, അപ്പൊ തണുപ്പായതുകൊണ്ട് എന്താ ഒറ്റ കുപ്പി തണുത്തള്ളം വെക്കലില്ല കേട്ടോ, ആരും കുപ്പിയിലിട്ട. അതെന്താ നമുക്ക് ആവശ്യമില്ല. അപ്പൊ നേരെ ഫ്രിഡ്ജിൽ കയറ്റി. പിന്നെന്താ ഉണ്ണിയപ്പം ചൂടുണ്ടായിട്ടുണ്ട് പെരുന്നാൾ തലേന്നല്ല. അപ്പൊ മധുരത്തിന് വേണ്ടിയിട്ട് എന്താ ഉണ്ണിയപ്പം ചൂടുണ്ടായിരുന്നു. പകുതി ചുട്ട് ബാക്കി ഞങ്ങൾ രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് എല്ലുംപാടാ നേരമില്ല കേട്ടോ. 5 മണിന് ശേഷം അടുക്കളയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഗ്യാസ് ഒറ്റൊന്നും ഒഴിവില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈസി കുക്കുമ്പോൾ പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വയറ്റിയാണ്, കുക്കറൊന്നും ഒഴിവില്ലാത്തൊരവസ്ഥേനി. അങ്ങനെ എന്താ ബാങ്കൊക്കെ കൊടുത്തു, നോമ്പറന്നു. പിന്നെന്താ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പൂളിയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ കുറെ കഴിഞ്ഞാൽ ഇപ്പന്നപ്പോ കുട്ടികൾക്ക് മുട്ടായൊക്കെ കൊടുത്തു. പിന്നെ ഇന്നമോള് മുട്ടായി ഒന്നുമില്ലല്ലോ, അപ്പോൾ ഓളത് ഞാൻ എസ്കിട്ട് ബാക്കിയൊക്കെ കുട്ടിയൊക്കെ കൊടുത്തിട്ടോ. പിന്നെന്താ ഇനമോള് ഉറങ്ങി. അപ്പൊ മീലാഞ്ചി ഇട്ടെടുക്കുന്ന ടാസ്ക് ആണ്, എന്താ അച്ചടിക്കുന്ന പരിപാടി കേട്ടാ. അതാകുമ്പോൾ സിമ്പിളാണ്. അത് കുറെ ഓള് തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി പരതി എന്തൊക്കെ വഹിക്കണം, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെന്താ പെരുന്നാൾക്കുള്ള ഉള്ളി തൊലിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പോത്തർച്ചിന്റെ അപ്പം മുറിച്ചിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളെ കരച്ചിലുണ്ട്, പിന്നെ കുട്ടികളെ നൊലൊളിപ്പിച്ച് കണ്ടുള്ള പരിപാടി വേണ്ടാറിനാണ്ട് ഇമ്മ പറഞ്ഞപ്പോ നേരെ ഫ്രിഡ്ജിക്ക് തന്നെ കയറ്റി വെച്ചിട്ടാ. പിന്നെ ഒക്കെ രാവിലത്തെ നമ്മൾ ഈദിനാണ് തുടങ്ങണത്. അങ്ങനെ എന്താ പിന്നെ ചോറുന്നാനും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ചായയും കടിയൊക്കെ കുടിച്ചതല്ല, പിന്നെ മാങ്ങ ജ്യൂസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി കുടിക്കും. അപ്പൊ അത്ര ഉള്ളൂ കേട്ടോ. വേഗം കിടന്നുറങ്ങി. അങ്ങനെ പെരുന്നാൾ രാവായിട്ടോ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഒരു കട്ടൻ ചായ ആയിട്ട്, പൊതുവെ ഒരു കട്ടൻ ചായ നിർബന്ധമാണ്. അങ്ങനെ റിസ്ക്കും കുത്തിയിട്ട് ഇങ്ങനെ തായരാന്ന സിറ്റോട്ട് കേട്ടോ. അപ്പൊ അവിടെ വന്ന് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കേട്ടോ. പിന്നെ അന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് എന്റെ മോളെ ബർത്ത്ഡേ കൂടി കഴിഞ്ഞിട്ട്, അപ്പൊ മനസ്സിക്ക് ഇങ്ങനെ അതൊക്കെ ആ ഒരു പഴയ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഭയങ്കര ഒരു മനസ്സിൽ സന്തോഷമുണ്ട്. ഭയങ്കര ലൈഫൊക്കെ ഒരു ചേഞ്ച് ആയ പോലെ ഇങ്ങനെ തോന്നി. അപ്പൊ ഞാൻ അതിങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ചായ ഇടിക്കേനി. പൊതുവെ ഇനമോൾ ഇതിന്റെ കൂടെ സുബഹിക്ക് തന്നെ എണീക്കൂട്ടോ. അന്ന് പിന്നെ പെരുന്നാളായതുകൊണ്ടാ തോന്നണേ എന്താ ഒരു 8 മണി ആവോളം ഉറങ്ങിയിട്ട്. ആ സമയത്തിന് ഞാൻ അടിക്കല് തുടക്കല് വാരല് തിരുമ്പാളിലൊക്കെ മെഷീനിലൊക്കെ കൊണ്ടുപോയിട്ട് ഓൾ എണീക്കുമ്പോൾ പെട്ടെന്ന് പെരുന്നാളും കൂടിയല്ലേ. പിന്നെ അടുക്കളയിൽ നാത്തുമാരെന്താ ഉള്ളി അരിയലും ബിരിയാണിന്റെ പരിപാടിയൊക്കെ നോക്കണേ. ഞാൻ ഇനമോൾ ഉണ്ടായാരെന്താ പറയുക, അടുക്കളയൊക്കെ ചെറിയനാക്കും പോയിട്ടില്ല, വലിയനാക്കും പോയിട്ടില്ല. അപ്പൊ ആ ലൈഫിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. അപ്പൊ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഓൾ എണീക്കുമ്പോൾ തന്നെ തീർക്കണം എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു 8-8:30 ആയപ്പോൾ തന്നെ ഓള് വന്നു. പിന്നെ ഓക്കുള്ള ഫുഡ് കൊടുത്തു. പിന്നെ പള്ളിക്ക് നിങ്ങൾ തെക്കിബീറൊക്കെ ഉണ്ടായി. അപ്പൊ തായരയിൽ കുത്തിരുന്നിട്ട് ഞാൻ ഓക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കേനി. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കണം, എല്ലാ എന്റെ ഈദിന്റെ വ്ളോഗിനും എന്താ പറയാ, ഇതിന്റെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ മസ്റ്റാണ് എന്റെ ചാനലിൽ കേട്ടോ. അപ്പൊ എന്താ ഈ വരുന്ന ആൾക്ക് അങ്ങനത്തെ ഒന്നുമില്ല. അടുക്കളയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ വീഡിയോസ് മാത്രം എനിക്ക് ടൈമിനനുസരിച്ച് ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് ഓടിപ്പോകും കേട്ടോ. പിന്നെ എന്താ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് മുമ്പ് ഞാൻ ചായ എടുക്കാൻ ഇരുന്നിട്ട് നല്ല വിശപ്പുണ്ടായിന്. രാത്രി ഞാൻ ചോറുന്നിട്ടില്ലല്ലോ. അപ്പൊ എന്താ ഇന്നലക്കത്തെ എന്താ ബീഫ് അപ്പോത്തിന് രാവിലെ ഇത് കറിയാക്കി വരട്ടണ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടോ. വറവ് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പൂള കണ്ടപ്പോ പിന്നെ ബീഫും കൂടി ആയപ്പോ ഞാൻ വേഗം അതിന്ന് 2 കയ്യിലെടുത്തിട്ട് ഞാൻ വേഗം ചായ എടുക്കുകയാണ്. അങ്ങനെ പെരുന്നാൾ കൊളിയും പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ബ്രദർ ഇനമൊക്കെ ഒരു ഉടുപ്പ് കൊണ്ടുവന്നിട്ട് കോട്ടന്റെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാരണവർ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഇട്ടെടുക്കാൻ വിചാരിച്ചിട്ടാ. പിന്നെ ഇങ്ങനെ ആലോചിച്ച് ഓകൾക്ക് കഞ്ഞി എടുത്തിട്ടില്ല. അപ്പൊ ഡ്രസ്സിലൊക്കെ മുൻഭാഗത്തൊക്കെ ഓളാക്കുമല്ലോ. അപ്പൊ ഞാൻ പിന്നെ എന്തെങ്കിലും എടുക്കാൻ വിചാരിച്ചു ഞാനത് മാറ്റി വെച്ചിട്ടാ. പിന്നെ പാച്ചു പെരുന്നാക്കൊക്കെ എടുത്ത ഒരു ജീനിന്റെ ഒരു ടോപ്പ് ഉണ്ടായിന്. അപ്പൊ അത് ഇട്ടെടുക്കാൻ വിചാരിച്ചിട്ടാ. പിന്നെ എല്ലാവരും പള്ളി ഇനിയൊക്കെ വന്ന് എന്താ വിശന്ന് നിൽക്കുകയാണ്. അപ്പൊ ബിരിയാണി എല്ലാവർക്കും കൊടുക്കാനുണ്ട്.
അങ്ങനെ ബിരിയാണി പൊട്ടിക്കേട്ടാ നാത്തൂന് മസാല ഇളക്കി എടുക്കുകയാണ് കേട്ടാ. അപ്പൊ എന്താ പിന്നെ കുറച്ച് ബിരിയാണി വെച്ചിട്ടുള്ളൂ, 2 ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. രാത്രിക്കൊന്നും അധികം കരുതിയിട്ടില്ല കേട്ടാ. പിന്നെ ഏടത്തികളൊക്കെ നാളെ വരുള്ളൂ, 2ാം പെരുന്നാൾക്ക് വരുള്ളൂ പറഞ്ഞാൽ പിന്നെ ഓരോന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ സ്കൂൾ ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും 1ാം പെരുന്നാൾക്ക് തന്നെ വിരുന്നും, വീട്ടിലുള്ള നാത്തൂനോലൊക്കെ 1ാം പെരുന്നാൾക്ക് തന്നെ പോകും. പിന്നെ ഞാനും ഉച്ചക്കൊക്കെ പോവാണ് കാരണവരെ വീട്ടിക്ക്. അപ്പൊ അങ്ങനെ എന്താ അപ്പൊ അത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ ബിരിയാണി കുഴമ്പി ബിരിയാണി തിന്നുന്ന സമയമാണ്. അങ്ങനെ എന്താ നല്ല വിശപ്പുണ്ടായിനി, ബിരിയാണിയൊക്കെ എടുത്തിട്ട് ബിരിയാണിയൊക്കെ തിന്നു. പിന്നെന്താ പിന്നെ വേറെ സ്പെഷ്യൽ പായസം അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ പോണോട് തന്നെ ഉണ്ടാവും നമുക്ക് കുടിക്കാൻ. പിന്നെ ബിരിയാണീന്റെ മേലെ എന്തെങ്കിലും തിന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉറക്ക് വരും, ഭയങ്കര ക്ഷീണിക്കരം മസ്താവല്ലോ. അപ്പൊ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. 11 മണിക്കൊക്കെയാണ് ചോറ് കേട്ടോ. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇരുന്ന് അതൊക്കെ തന്നെ ഫോണുമലൊക്കെ കളിച്ച് പിന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടോ. പിന്നെ കാരണവർ വീട്ടിൽ പോണ പിന്നെ 2 മണിന്റെ ശേഷം കേട്ടോ. അപ്പൊ അതുവരെ ഇനുമോളൊക്കെ ഒന്ന് ഫുഡ് കഴിച്ച് ഉറങ്ങിയൊക്കെ ചെയ്തിട്ടോ. പിന്നെ പോവാനുള്ള തിരക്കിന്റെ ഇടയിലാണ് അങ്ങനെ പെരുന്നാക്കൊടി മാറ്റാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ബർത്ത്ഡേ പ്രമാണിച്ചൊരു ഫ്രോക്കാണ് ഇനുമോക്ക് എടുത്ത്, അത് പോകുമ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് വിചാരിച്ച് ചളിയാക്കും വിചാരിച്ചിട്ട്. പിന്നെ ഓക്ക് ഇഡ്ലി ആവുമല്ലോ, ഭയങ്കര ചൂടെടുക്കുമല്ലോ. അപ്പൊ അത് ബുദ്ധിമുട്ടിക്കണ്ട വെച്ചിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ ജീനിന്റെ ടോപ്പ് ഇട്ടു. പിന്നെ പാച്ചുവിന്റെ കൂടെ പോയി. പിന്നെ എന്റെ ചുരിദാർ അയൺ ചെയ്യാനൊന്നും ഇല്ലേന് കേട്ടോ. അത് അങ്ങനത്തെ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു. അപ്പൊ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞ് അവിടെ എത്തിട്ടോ. പിന്നെ കാരണവർ വീട് പറഞ്ഞാൽ പാച്ചുവിന്റെ വലിയ കാക്കാന്റെ വീടാണ് കേട്ടോ. അപ്പൊ അവിടേക്ക് രസമായിട്ട് പെരുന്നാൾക്ക് എന്തായാലും നമ്മൾ പോവുമല്ലോ പെരുന്നാളുള്ളാന്. അപ്പൊ അത് രസമായിട്ട് അവിടെ നിന്ന് പിന്നെ പാച്ചുവിന്റെ പെങ്ങന്മാരോടും മൂത്തച്ചിയാളോടും എല്ലാവരോടും വെറുതെ രസമായിട്ട് കൂടാൻ പറഞ്ഞു. അപ്പൊ ആ കൂടുമ്പോൾ കൂട്ടത്തിൽ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും ഓൾ ഓഫ് us ബർത്ത്ഡേ അല്ലേ. അപ്പൊ അങ്ങനെ രസമായിട്ട് ഒരു പൂതിക്കായിട്ട് എന്താ പറയാ അങ്ങോട്ട് എല്ലാവരോടും വരാൻ പറഞ്ഞു. ഞങ്ങളില്ല കുറെ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഇടയിലാണ് പിന്നെ ഞങ്ങൾ ലേറ്റ് ഇങ്ങനെ കുറെ ഇല്ല ഒരു ഫോട്ടോസെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സമയം ഉണ്ടാവില്ല, ലേറ്റ് ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പൊ പിന്നെ വീർപ്പിക്കലൊക്കെ വേഗം തുടങ്ങിയിട്ടാ. പിന്നെ പറഞ്ഞാല് ഇനമോള് പിന്നെ കുറെ ആൾക്കാരെ എല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ടപ്പോക്ക് വെച്ചായി പൊറുതേടിട്ട. അപ്പൊ ഇങ്ങനെ ഇന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയോള് ഇങ്ങനെ നിൽക്കിയിനി. പാച്ചുവിന്റെ ഫാമിലിയിൽ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ ആഘോഷിക്കണമെന്നല്ല, ഇങ്ങനെയൊക്കെ ഒരു ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട്, പക്ഷെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അതെന്താ ഉള്ള ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ അവരെന്നെ ഓടിപ്പാഞ്ഞ് എല്ലാതും അടിപൊളിയാക്കണുണ്ട് കേട്ടോ. പിന്നെ റൂമിൽ ആദ്യം ജനവാതിലിൽ അങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ബലൂണൊക്കെ സെറ്റ് ചെയ്യാന്നാ വിചാരിച്ചിട്ട്. എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഒന്നും കൂടി വെളിച്ചം കിട്ടലും സൗകര്യമൊക്കെ പുറത്താണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ മുറ്റത്താക്കിയത് കേട്ടോ. ബലൂണൊക്കെ താഴെ നന്നായിട്ട് വീർപ്പിച്ചിട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇടക്കുന്ന വെയിലിന്റെ തോണ്ടാ തോന്നുന്നു ഇടക്ക് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും നെട്ടിപ്പോകുന്നുണ്ട്. പിന്നെ ഓലെല്ലാവരും പുറത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പൊ ഞാനും എല്ലാം എരുമോളം മേലൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ഉടുപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കാം, ഇനി കരയോ ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഉടുപ്പിടുമ്പോ തന്നെ കുട്ടികൾക്ക് ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് ആവും. പക്ഷെ അവള് വലിയ അലമ്പൊന്നും കാട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കുക. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയപ്പോ തന്നെ ഒക്കെ എന്തോ പോലെ കേട്ടോ. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടോക്കിയപ്പോൾ ഭയങ്കര ചിരിയും കളിയും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് എല്ലാവരും കൂടി കണ്ടിട്ടാ തോന്നുന്നത് എന്താ ഏതാന്നൊക്കെ ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ മുഖത്ത് ചിരി ഒന്നും വരില്ല. അത് എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കും, എപ്പോഴും ചിരിക്കണാണ്. ഒരു ഫോട്ടോ പോലും നല്ല കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കണ്ണ് ചെയ്തല്ലോ പൗഡറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ സാധാ പോലെ തന്നെ കേട്ടോ. പിന്നെ ലൈറ്റ് പോണീന് മുന്നേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തുള്ള വീട്ടിൽ വന്ന് കേട്ടോ. മുറ്റത്തിന് എടുത്തുള്ള വീട്ടിൽ വന്ന് അവർ നാട്ടിലില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോൾ പോയാലും ഇവിടെ മുറ്റത്തു നിന്നാണ് ഫോട്ടോ എടുക്കുക, നല്ല അടിപൊളി പിക്ക് ഇട്ടിട്ടോ. അങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അവൾക്ക് ചിരിക്കണം എന്നുണ്ട്, എന്നാൽ അവൾക്ക് സങ്കടം വരണുണ്ട്, മേതിൽ നിന്ന് വിട്ട് നിൽക്കാത്ത ഒരു രീതിയിൽ കേട്ടോ പാച്ചുവിന്റെ. അങ്ങനെ ഒരു 5-6 ഫോട്ടോസൊക്കെ നല്ലത് കിട്ടിയതായി എന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പോൾ അങ്ങനെ ഉണ്ടല്ലേ നല്ല ഡ്രസ്സിൽ ഒരു ഫോട്ടോ എടുക്കാന്നുള്ളൊരു മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഡ്രസ്സൊക്കെ വേഗം അയച്ചു മാറ്റിട്ടോ. അവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പോതിട്ടോ. കുട്ടികളൊക്കെ എല്ലാവരും ഒരുമിച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അതുപോലെ തന്നെ ഞങ്ങളും ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് എല്ലാവരും പാടെ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട് മാഷാഅല്ലാഹ് അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു നിമിഷം ഇനിട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ എന്താ ചെറുതായിട്ട് അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഉപ്പിയും മൂത്തച്ചിയാളൊക്കെ വരാണ്ടിട്ട് അപ്പോൾ ഓല കാത്തിക്കുന്ന ഇടയിലാണ് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോയതിട്ടാ. അപ്പൊ അതൊക്കെ വേഗം കണ്ട് കഴിഞ്ഞു. പിന്നെ കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്ക് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും പാടെ കൊടുക്കട്ടെ. അപ്പൊ എല്ലാവരും കൂടി നിന്നിട്ടുള്ള ഒരു ഇതാട്ടാ. കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയുണ്ട്. അപ്പം അതുപോലെ മൂത്തച്ചി താത്ത എന്താ പുഡിങ് ഉണ്ടാക്കിയിട്ടാ, 3 ഉണ്ടാക്കിയിട്ടാ. ഒന്ന് അത് താഴെ പോയും ചെയ്ത് നല്ല ടേസ്റ്റ് ഉള്ളത് കഴിഞ്ഞിട്ടാ. ഇളനീൻ പൊട്ടിക്കാണെങ്കിൽ നല്ല ടേസ്റ്റിന്, അതാണ് പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. വേറെ സ്പെഷ്യലൈസിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്റെ പായസം ജ്യൂസ് അതൊക്കെ ഉണ്ട്, പക്ഷെ ആർക്കും വേണ്ട. എല്ലാവരും പെരുന്നാച്ചോറ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ തിന്നതുകൊണ്ട് തന്നെ ആർക്കും ഒന്നിനും താല്പര്യമില്ല. അപ്പൊ പിന്നെ ഒന്നും വാങ്ങിയിട്ടില്ല, വേറെ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെന്താ പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ ഓക്ക് ഗിഫ്റ്റുകളും ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഓൽക്കും ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഓൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ
പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുത്തിരുന്നിട്ട് പിന്നെ ഞങ്ങൾ അതിന്റെ ഇടയിൽ പിന്നെയും ഫോട്ടോസ് എടുക്കാൻ പോയിട്ടോ, ഫാമിലി മൊത്തത്തിൽ എല്ലാവരും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും പോയിട്ടോ. പിന്നെ കുറെ കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കൂടി ബലൂൺ ചവിട്ടി പൊട്ടിക്കല, അപ്പൊ തന്നെ ഒക്കെ പിരിച്ചിട്ട് ഒരു കഥ നല്ല രസമായിരുന്നു. പാച്ചൊക്കെ എന്താ കുട്ടിയാളെ മതി ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്, അത് ഭയങ്കര രസമായിട്ടുണ്ടാകും. പിന്നെ ബലൂണും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചവിട്ടി പൊട്ടിച്ച് കല്ലി വെല്ലിയാക്കിട്ടോ. പാച്ചൊക്കെ കുട്ടിയാളെ മതിൽ ചവിട്ടി പൊട്ടിക്കണം കേട്ടോ, നല്ല രസമാണ് കേട്ടോ. പിന്നെ കുറച്ച് പടക്കങ്ങൾ ഉണ്ട്, അപ്പൊ അതൊക്കെ ഒരു റോഡ് സൈഡിൽ വെച്ചിട്ട് അതും പൊട്ടിക്കണുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കുറേ നേരം രാത്രി ആവാൻ നേരത്തെ പിന്നെ എല്ലാവരും കുറേ നേരം വർത്താനം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ എല്ലാവരും പോവാൻ നോക്കിട്ടോ. ഞങ്ങൾ പിന്നെ രാത്രി ഒരു 8:30 ആകുമ്പോഴാട്ടോ വീട്ടിലേക്ക് പോകണം കേട്ടോ. പിന്നെ അവിടുന്ന് മന്തിയൊക്കെ കഴിച്ചിട്ട് മൂത്തച്ചിതാത്ത ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട്, പറയാതെക്കാൻ വയ്യ. നല്ല റെസ്റ്റോറന്റ് ഐറ്റം തന്നെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പിന്നെന്താ രണ്ടാം പെരുന്നാൾക്ക് ഇന്റോടി കുട്ടീസാളൊക്കെ വന്നപ്പോ ഒരു കേക്കിനൊക്കെ പൂതി വെച്ചപ്പോ എന്താ പറയാ ഒരു കേക്കും പാടെ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തീന് കേട്ടോ. പിന്നെന്താ വീഡിയോ എത്ര ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.